അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റമളാൻ മാസത്തിന് മുമ്പ് നമ്മളെ തന്നെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഇതുവരെയുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചിട്ടല്ലേ. ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മൾ തെറ്റ് ചെയ്താലും തൗബ ചെയ്യണം, അള്ളാഹു എല്ലാ തെറ്റുകളും പുറത്തു തരുമെന്നല്ലേ. അള്ളാഹു എന്തായാലും പുറത്തു തരും നമ്മൾ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്ത് തെറ്റിൽ നിന്ന് മടങ്ങിയാൽ. പക്ഷേ നമ്മൾ ഈ തെറ്റുകളെല്ലാം നിസ്സാരമായി കണ്ട് തൗബയൊന്നും ചെയ്യാതെ വീണ്ടും വീണ്ടും തെറ്റുകളൊക്കെ ആവർത്തിച്ച് നടന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്താണെന്ന് നമുക്കറിയണ്ടേ. ഞാൻ നിങ്ങൾക്ക് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നരകത്തിലെ സാധാരണ ശിക്ഷ എന്തായിരിക്കും, ഏറ്റവും കൂടിയ ശിക്ഷ എന്തായിരിക്കും എന്നൊക്കെ. സുഹീഹ് അൽ ബുഖാരിയിലെ ഹദീസ് 6561 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നരകവാസികളിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ഒരാളുണ്ടാകും. അയാളുടെ ഇരു കാലുകളുടെയും പാദങ്ങളിൽ കത്തുന്ന തീക്കനൽ വയ്ക്കുകയും ആ കനലിൻ്റെ ചൂട് കാരണം അയാളുടെ തലച്ചോർ വരെ തിളച്ചു പോവുകയും ചെയ്യുമെന്ന്. നമുക്കറിയാം, നമ്മുടെ കൈ എവിടെയെങ്കിലുമൊക്കെ തട്ടിയൊക്കെ പൊള്ളിയാൽ നമുക്ക് എന്ത് വേദനയും നീറ്റലൊക്കെ ആയിരിക്കുമെന്ന്. നമ്മളൊരു കനലിൽ ചവിട്ടിയാലും ഈ ലോകത്ത് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ കാല് മാത്രമേ പൊള്ളിപ്പോവത്തുള്ളൂ. പക്ഷേ നരകത്തിൽ അങ്ങനെയല്ല, ആ കനലിൽ ചവിട്ടുന്നത് കാരണം നമ്മുടെ തലച്ചോറ് വരെ തിളയ്ക്കുമെന്ന്. അപ്പോൾ എത്രത്തോളം ചൂടായിരിക്കും. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. അപ്പോൾ വലിയ ശിക്ഷയും സാധാരണ അനുഭവിക്കുന്ന ശിക്ഷയൊക്കെ എന്തായിരിക്കുമെന്ന് നമുക്ക് ഓർക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ അള്ളാഹുവിൻ്റെ വാക്കുകളൊന്നും നിസ്സാരമാക്കി കളയേ ചെയ്യരുത്. ഈ ലോകം നമ്മൾ മരിച്ചു ചെന്നിട്ട് ഓർത്താൽ നമ്മൾ രാത്രി സ്വപ്നം കാണുന്നതിലെ സമയം മാത്രമായിരിക്കും. ഒരിക്കലും നമ്മൾ ഈ ലോകത്തിലെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ആഖിറത്തിലെ ജീവിതം കളയരുത്. നമ്മൾ അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിച്ച് സമാധാനത്തോടെ ജീവിക്കണം. അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിലോ മരിച്ചു കഴിഞ്ഞിട്ടോ ഒരു നഷ്ടവും വരാൻ പോണില്ല. ഈ ലോകമല്ല നമ്മുടെ യഥാർത്ഥ ജീവിതം. എന്തായാലും ഈ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വരും. നമ്മളിപ്പോൾ അള്ളാഹുവിനെ ധിക്കരിച്ചാലും നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒരിക്കലും അതുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കരുത്. നമ്മൾ അള്ളാഹു പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ കേട്ട് പേടിക്കുകയും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഇനി 2 മിനിറ്റ് ബാക്കിയുണ്ടെങ്കിൽ അത്രയും മതി. നമുക്ക് ചെയ്ത തെറ്റിനെല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് തൗബ ചെയ്ത് മടങ്ങണം. നിങ്ങൾ ഇതുവരെയും കറക്റ്റായിട്ട് നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ, ഇതുവരെയും തെറ്റുകളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങൾ മാറാൻ ശ്രമിക്കണം. ഈ നിമിഷം തൊട്ട് നിങ്ങൾ ഒരു നിസ്കാരവും നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കണം. നിസ്കാരമാണ് ഒരു മുസ്ലിമിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ നമ്മൾ മുസ്ലിമാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഒരു മനുഷ്യനെ മുസ്ലിമെന്നും കാഫിറെന്നും വ്യത്യാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നിസ്കാരം. അതുകൊണ്ട് ഒരിക്കലും നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. ഈ ലോകത്ത് തെറ്റുകൾ ചെയ്യാത്തതായിട്ട് ആരുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ തെറ്റുകൾ എന്തെങ്കിലും ചെയ്തു പോകണമെങ്കിൽ അപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് തൗബ ചെയ്ത് മടങ്ങണം. ഇനി റമദാന് മുമ്പ് നമ്മളെ തന്നെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എന്തായിരിക്കും? നിസ്കാരം. ഇനിയിപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും നിസ്കാരമൊക്കെ ഒഴിവാക്കുന്നവരാണെങ്കിൽ, അതായത് ഉറക്കം കാരണം സുബഹി നിസ്കരിക്കാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ സുബഹിയൊക്കെ നിസ്കരിക്കണം. അങ്ങനെ ഒഴിവാക്കുന്നത് നിർത്തണം. കറക്റ്റായിട്ട് നിസ്കരിക്കണം. അതാണ് ഫസ്റ്റത്തെ കാര്യം. ഞാനിങ്ങനെ ഓരോ കാര്യം പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ നിസ്കാരം ഒഴിവാക്കാത്തവരാണെങ്കിൽ നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞ് പോകണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പാട്ട് കേൾക്കുന്നതും സിനിമ കാണുന്നതും എല്ലാം നിർത്തണം. ഹറാമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോണിൽ കൂടെ കാണുന്നതായാലും ടി വിയിൽ കൂടെ കാണുന്നതായാലും എല്ലാം നിങ്ങൾ നിർത്തിവെക്കണം. മൂന്നാമത്തെ കാര്യം നോൺ മഹ്റംസുമായിട്ടുള്ള മിംഗ്ലിങ് നിർത്തണം. അതായത് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതായാലും ഫോൺ വിളിക്കുന്നതായാലും ഡയറക്റ്റായിട്ടായാലും എല്ലാം നിർത്തണം. ആവശ്യമില്ലാതെ തമാശകൾ പറയുന്നതും സംസാരിക്കാൻ ഇടയുണ്ടാക്കുന്നതും അടുത്തിരിക്കുന്നതും എല്ലാം ഒഴിവാക്കണം. നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ സീരിയസ് ആയിട്ട് സംസാരിക്കണം. അല്ലാതെ ഓവറായിട്ട് നമ്മൾ സോഫ്റ്റ് ആക്കിയിട്ട് സംസാരിക്കാനോ തമാശ പറയാനോ അടുത്തിരിക്കാനോ ഒന്നും പോവല്ലേ. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കണം.
നാലാമത്തെ കാര്യം, നിങ്ങൾ ഔറത്തെല്ലാം പുറത്തേക്ക് കാണിക്കുന്നവരാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഔറത്ത് മറച്ച് നടക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒറ്റയടിക്ക് മാറാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പതുക്കെ പതുക്കെ മാറാൻ ശ്രമിക്കണം. നമ്മളിപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് എത്ര അടുക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഇരട്ടി അള്ളാഹു നമ്മളടുത്ത് തിരിച്ചെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കണം, നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റെപ്പ് പോലും വെറുതെ അല്ലെന്ന്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതായിരിക്കും, ഞാൻ ഇത്രയല്ലേ ചെയ്യുന്നുള്ളൂ, പിന്നെ അള്ളാഹു സ്വീകരിക്കത്തില്ലായിരിക്കും, അപ്പോൾ ഫുള്ളായിട്ടൊന്നും ചെയ്യാതിരിക്കാമെന്നൊക്കെ. അങ്ങനെ വിചാരിക്കരുത്. നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അള്ളാഹു തിരിച്ച് 2 സ്റ്റെപ്പ് നമ്മളടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കും. ഇനി ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരും പറയുമായിരിക്കും, നീ ഇതൊക്കെ എന്തിനാണ്, വെറുതെ ഷോയ്ക്കാണോ കാണിക്കുന്നത്, അള്ളാഹു ഒന്നും സ്വീകരിക്കാൻ പോണില്ലെന്നൊക്കെ. നിങ്ങളൊന്നും മൈൻഡ് ചെയ്യരുത്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നല്ലത് കേൾക്കാൻ ഒരിക്കലും ഒരു കാര്യവും ചെയ്യരുത്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യണം. 5ാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ബ്യൂട്ടിഫിക്കേഷന് മേക്കപ്പൊക്കെ ചെയ്യത്തില്ലേ, അതായത് ത്രെഡ് ചെയ്യുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പറ്റിയില്ലെങ്കിൽ ഇതും കുറേശ്ശെ മാറ്റണം. അതായത് നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഇടുന്നവരാണെങ്കിൽ ലിപ്സ്റ്റിക്ക് മാറ്റി ലിപ് ബാം ആക്കണം. പിന്നെ നിങ്ങൾ ഫൗണ്ടേഷനൊക്കെ ഇടുന്നവരാണെങ്കിൽ അതൊക്കെ മാറ്റണം. അങ്ങനെ നമ്മൾ പതിയെ കുറച്ച് കൊണ്ട് വന്നിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം, നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുക്കാൻ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് പോലും വെറുതെ അല്ല. അള്ളാഹു അതിനെല്ലാം നമുക്ക് പ്രതിഫലം തരുമെന്ന് മനസ്സിൽ വിചാരിക്കണം. 6ാമത്തെ കാര്യം, ബാക്ക് ബൈറ്റിംഗ് ഒഴിവാക്കണം. അതായത് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം വേറെ ആൾക്കാരിൽ ചെന്നിട്ട് പറയുന്നത്, അത് ഒഴിവാക്കണം. ഈ ബാക്ക് ബൈറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും അഴുക്ക കാര്യമാണ്. നമ്മളിപ്പോൾ ഒരാളുടെ കുറ്റം ചെന്ന് വേറൊരാളടുത്ത് പറഞ്ഞാൽ ആ കുറ്റം ചെയ്ത ആളുടെ ശിക്ഷ മൊത്തം നമുക്ക് കിട്ടും, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ പ്രതിഫലം അയാൾക്ക് കിട്ടും. ഇങ്ങനെ പറയുന്ന ആളുകൾ സ്വയം ന്യായീകരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവർ നല്ലവരാവാൻ വേണ്ടിയിട്ടാണെന്ന്. ഒരാൾ നല്ലവരാവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്കല്ല കുറ്റം പറയേണ്ടത്, അത് ആ ആളടുത്ത് ചെന്ന് തന്നെ ഡയറക്റ്റായിട്ട് പറയണം, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന്. ഇനിയിപ്പോൾ നമ്മളടുത്ത് വേറെ ആരെങ്കിലും കുറ്റം വന്ന് പറഞ്ഞാൽ നമ്മളത് കേട്ട് പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും നിൽക്കല്. നമ്മൾ പറയേണ്ടത് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്നാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിർത്തണം. ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിർത്തണം. അതിപ്പോൾ നല്ല വാക്കായാലും സ്നേഹമായാലും നല്ല സംസാരമായാലും ഫ്രണ്ട്ഷിപ്പായാലും എല്ലാത്തിനും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിർത്തണം. എന്നാലേ നമുക്ക് ഈ ലോകത്തിൽ ഒരു സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്ത കാര്യമെന്ന് പറയുന്നത്, നമ്മൾ സൈലൻ്റായിട്ട് നിൽക്കണം. അത് കുറച്ച് പാടുള്ള കാര്യമാണ്, എന്നാലും നമ്മൾ സൈലൻ്റായിട്ട് നിൽക്കാൻ ശ്രമിക്കണം. ഇനിയിപ്പോൾ മറ്റുള്ളവർ നമ്മളെ കുറ്റം പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നമ്മൾ സൈലൻ്റായിട്ട് നിൽക്കാൻ പഠിക്കണം. മറ്റുള്ളവർക്കും നമ്മൾ സൈലൻ്റായിട്ട് നിൽക്കുന്നതായിരിക്കും സന്തോഷം. കാരണം നമ്മളെക്കുറിച്ച് കുറ്റം പറയുമ്പോഴും നമ്മളത്ത് വഴക്കുണ്ടാക്കുമ്പോഴും നമ്മളെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും നമ്മൾ മിണ്ടാതെ നിന്ന് കേൾക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. നമ്മളങ്ങനെ നിന്നാൽ നമുക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും വഴക്ക് കൂടുന്നതിൽ നിന്ന് നിർത്തിയാൽ, ഇനിയിപ്പോൾ നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും നമ്മൾ വഴക്ക് കൂടുന്നത് നിർത്തിയാൽ നമുക്ക് സ്വർഗത്തിലൊരു വീട് ഉറപ്പാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത് നിർത്തണം. അതായത് ഇപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത റീൽസ് കാണുന്നു, പാട്ട് കേൾക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തി നമ്മൾ ഇസ്ലാമിക് സ്പീച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് നമ്മൾ സമയം ഉപകാരപ്പെടുത്തണം. അല്ലാതെ വെറുതെ വേസ്റ്റാക്കി കളയല് റീൽസൊക്കെ കണ്ടിട്ട്. റീൽസിൽ തന്നെ ഒരുപാട് ഇസ്ലാമിക് സ്പീച്ചൊക്കെ വരുമല്ലോ, അതൊക്കെ കാണണം. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലാതെ കുക്കിംഗ് വീഡിയോ കാണുമ്പോൾ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ സോങ്സൊക്കെ ഇടത്തില്ലേ, അതിൽ തന്നെ നമ്മൾ ലൈക്ക് ചെയ്താൽ നമുക്ക് ശിക്ഷ കിട്ടും. കാരണം മറ്റുള്ളവരിലേക്ക് ഈ പാട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നു, അപ്പോൾ അതിലൂടെ നമുക്ക് ശിക്ഷ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. സോഷ്യൽ മീഡിയാസിൽ നമുക്ക് അറിയാത്ത ഒരുപാട് തെറ്റുകളുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തെറ്റുകളൊക്കെ വാങ്ങിക്കൂട്ടും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തൗബ ചെയ്യുന്നത് ഡിലേ ചെയ്യുന്നവരാണെങ്കിൽ അത് നിർത്തണം.
നമുക്ക് എപ്പോൾ തെറ്റ് ചെയ്തെന്ന് മനസ്സിൽ വന്ന് കുറ്റബോധം വന്ന് അപ്പം നമ്മൾ തൗബ ചെയ്യണം. അല്ലാതെ നമ്മൾ അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കാനോ ഒന്നും പോവല്ല്. കാരണം നമ്മുടെ ആയുസ്സെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഉള്ളത്. നമ്മൾ ചിലപ്പോൾ അടുത്ത നിസ്കാരം വരെ ജീവിച്ചിരിപ്പില്ലെങ്കിലോ. അതുകൊണ്ട് നമുക്ക് എപ്പോൾ തെറ്റ് ചെയ്തെന്ന് മനസ്സിലായി അപ്പം തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് തൗബ ചെയ്ത് നമ്മൾ തെറ്റിൽ നിന്ന് മടങ്ങണം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ശരിയാക്കി എടുക്കണം. നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യം, നമ്മൾ ആരെക്കാട്ടിയും വലിയവരല്ല. നമുക്ക് മറ്റുള്ളവരെ കളിയാക്കാനോ കുറ്റം പറയാനോ ഒരു അവകാശവുമില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ റമദാന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ആവാമെന്ന് പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് റീസെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ റീസെറ്റ് ചെയ്ത് നമ്മൾ നല്ല മൈൻഡോടെ ഇരിക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.